കേരളത്തിലെ കലാലയങ്ങളിലെ വിഘടനവാദ പ്രവർത്തനങ്ങളുമായി ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ആശയങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ഇസ്ലാമിക ഭീകരൻ മൗദൂദിയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയാണ് SIO പ്രചരണം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ആഹ്വാനമാണ് ക്യാമ്പസിൽ നടത്തുന്നത്. അതേസമയം തന്നെ SIO നേതൃപഠന ക്യാമ്പുകൾ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുകയാണ്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുകയാണ്. രമ്യ, വളരെ ഗുരുതരമായ ഒരു നീക്കം നടക്കുന്നുണ്ട് ക്യാമ്പസുകളിൽ. എന്തായാലും അത്തരം നീക്കങ്ങൾക്ക് തടയിടാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ നീക്കം അത് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്? രാഖി, ഈ കേരളത്തിലെ കലാലയങ്ങളെ ലക്ഷ്യമിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പുറത്തു വരുന്ന വിവരവും. അതായത് കേരളത്തിലെ കലാലയങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. അതിനായി ജമാഅത്തെ ഇസ്ലാമി കരുവാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ സ്റ്റുഡൻസ് വിങ്ങായിട്ടുള്ള SIO ആണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വഴിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് ശ്രമിക്കുന്നത്. ഇതിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് ശ്രമിക്കുന്നത്. അതായത് കേരളത്തിന്റെ പലയിടങ്ങളിലായി പല കലാലയങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ, പഠന ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഈ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരം പഠന ക്യാമ്പുകൾ നടത്താൻ SIO തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇത്തരം സംഘടനകളെ, അതായത് ഇത്തരത്തിൽ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റുഡൻസ് വിങ്ങായ SIO പോലുള്ള സംഘടനകൾ എന്നും മതത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. മതമാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. അതായത് ഇതിൽ കൃത്യമായി തന്നെ പറയുന്നത് മതരാഷ്ട്രവാദം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ കേരളത്തിലുടനീളം നടത്തുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇത്തരത്തിലുള്ള ഒരു മതരാഷ്ട്രവാദം പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ കലാലയങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടത്തുന്നത്. ഇതിനെതിരെ കൃത്യമായി തന്നെ അന്വേഷണങ്ങളും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നെല്ലാം നടക്കുന്നുണ്ട് എന്നതും നമുക്കേറെ ആശ്വാസകരമായൊരു കാര്യം തന്നെയാണ്. കാരണം കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികൾ ഇത്തരം സംഘടനകളുടെ പ്രവർത്തന രീതികളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കുമ്പോഴും കൃത്യമായി തന്നെ ഒരു നിരീക്ഷണം കൂടി ഇതിൽ നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കൃത്യമായി കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടെല്ലാം വലിയ ചർച്ചയായതാണ്, വലിയ വിവാദങ്ങളായതാണ്. അതുപോലെ തന്നെയാണ് നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ നിലപാടും വലിയ ചർച്ചയായതാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിനെ വെള്ളപൂട്ടുന്ന ഒരു നിലപാടെല്ലാമാണ്. കാരണം ഇത്തരത്തിൽ മതരാഷ്ട്രവാദമില്ല എന്നുള്ള നിലപാടൊക്കെയാണ് VD സതീശൻ ഉൾപ്പെടെ പല തെരഞ്ഞെടുപ്പുകളിലും, കാരണം നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നേ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ VD സതീശന്റെയൊക്കെ നിലപാട് അതായിരുന്നു. പക്ഷേ ഈ വിഷയത്തിലും, കാരണം ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോഴും കൃത്യമായി തന്നെ ഈ നിലപാട് വ്യക്തമാക്കാതെ, അല്ലെങ്കിൽ ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വെള്ളപൂശുന്ന അല്ലെങ്കിൽ അവരോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് VD സതീശൻ എടുക്കുന്നത് എന്നുള്ളതും ആശങ്കാജനകമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ഏറെ ആശ്വാസകരമായ കാര്യം, ഇത്തരം പ്രവർത്തനങ്ങൾ SIO അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മുന്നിട്ട് കേരളത്തിൽ നടപ്പിലാക്കുമ്പോഴും ഇത് കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ. കാരണം നമുക്കറിയാം, ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ പലയിടങ്ങൾ, പല ക്യാമ്പസുകളെ ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. അത് കൊച്ചി, പാലക്കാട്, അതുപോലെ തന്നെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെല്ലാം, അത്തരത്തിലുള്ള നഗരങ്ങളിലെ കലാലയങ്ങളെല്ലാം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇത് കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. ഏതായാലും കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിഘടനവാദ പ്രവർത്തന നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. പലതരത്തിലുള്ള ഗൂഢ നീക്കങ്ങൾ ഇതിന്റെ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കേന്ദ്ര ഏജൻസികൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ്. നമുക്ക്